നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ മോറസ് ക്ലബ്ബ് വിടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. സൗദി അറേബ്യയിലേക്ക് പോവാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത്. സൗദി ക്ലബ്ബായ അൽ നസറുമായി അദ്ദേഹം പേഴ്സണൽ എഗ്രിമെൻറ്റിൽ എത്തിയിരുന്നു. പക്ഷേ അൽ നസറിന് മാഞ്ചസ്റ്റർ സിറ്റിയുമായി ധാരണയിൽ എത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി അത് നടക്കാതെ പോയി. പിന്നീട് മറ്റൊരു സൗദി ക്ലബ്ബായ അൽ ഇത്തിഹാദ് താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തി. പക്ഷേ അവർക്കും മാഞ്ചസ്റ്റർ സിറ്റിയുമായി ഒരു ധാരണയിൽ എത്താൻ സാധിക്കാതെ പോവുകയായിരുന്നു. തുടർന്ന് എഡേഴ്സണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തുടരേണ്ടി വരികയായിരുന്നു. അതേക്കുറിച്ച് പരിശീലകനായ പെപ് ഗാർഡിയോള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് തുടർച്ചയായി 4 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ നേടിയ ഒരു ഗോൾ കീപ്പർക്ക് അതിൻ്റേതായ ഒരു വിലയുണ്ടെന്നും അത് ലഭിക്കാതെ അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല എന്നുമാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സമ്മറിൽ എഡേഴ്സൺ ക്ലബ്ബ് വിട്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു ശരിയായ ഓഫർ അദ്ദേഹത്തിന് വേണ്ടി വന്നിരുന്നില്ല. ക്ലബ്ബുകൾ ഓഫറുകൾ നൽകിയിരുന്നു. പക്ഷേ പ്രീമിയർ ലീഗ് കിരീടം തുടർച്ചയായി 4 തവണ നേടിയ ഒരു ഗോൾ കീപ്പർക്ക് ലഭിക്കേണ്ട ഓഫർ ആയിരുന്നില്ല അത്. അദ്ദേഹത്തിനൊരു വിലയുണ്ട്. ആ വില ലഭിക്കാതെ അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. അതാണ് താരത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം ക്ലബ്ബ് വിടുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട താരമാണ് അദ്ദേഹം. എഡേഴ്സൺ കൂടെയുള്ളതിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അദ്ദേഹവും സന്തോഷവാനാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ സിറ്റിയുടെ ഗോൾ വല കാക്കുന്നത് എഡേഴ്സൺ തന്നെയാണ്. സൗദി അറേബ്യൻ ക്ലബ്ബുകളിൽ നിന്നും ആകർഷകമായ ഒരു സാലറി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. ഇതോടുകൂടിയായിരുന്നു അദ്ദേഹം സിറ്റി വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. ഏതായാലും ഭാവിയിൽ എഡേഴ്സൺ സൗദിയിലേക്ക് എത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.